മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ കുഞ്ഞ് മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഷെറിന് കുഞ്ഞിനെ നേരിട്ട് കണ്ടപ്പോൾ ശരീരത്തിന് തളർച്ച ഉണ്ടാവുകയാണ്. ചിന്നുമോളെ ഷെറിൻ കെട്ടിപ്പിടിച്ചു, പരമാവധി മുറുക്കത്തിൽ. ചിന്നുമോൾക്ക് കുറേശ്ശെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. രണ്ട് കരങ്ങൾ അവളെ പൊതിഞ്ഞ് അമർത്തി പിടിച്ചിരിക്കുകയാണ്. ഇടതടവില്ലാത്ത തേങ്ങലുകളിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെഞ്ചിലാണ് അവളുടെ മുഖം. ആരുടെയോ വിരലുകൾ അവളുടെ പുറത്തും ശിരസിലും അരുമയോടെ തലോടുന്നുണ്ട്. ചിന്നുമോൾ അല്പം ബലം പിടിച്ച് മുഖം തെല്ലടർത്തി ഷെറിനെ നോക്കി. കരയുന്ന ഒരു മുഖമാണ് അവൾ കാണുന്നത്. കുറേ നേരമായി അതങ്ങനെ തന്നെയായിരുന്നു. ചിലപ്പോഴൊക്കെ അവളുടെ മുഖത്തും കണ്ണുനീരിറ്റു വീണു. അപ്പോൾ ഈർഷ്യയോടെ അവളത് കൈകൊണ്ട് തൂത്തു. ചുറ്റും നിൽക്കുന്നവരുടെ നേർക്ക് ചിന്നുമോൾ കണ്ണോടിച്ചു. രേവ ആൻറ്റിയും ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചനങ്കിളും ആഗ്നസ് സിസ്റ്ററുമുണ്ട്. കൂടാതെ അല്പം മുൻപ് കോൺവെന്റിൽ നിന്ന് ബാക്കി കന്യാസ്ത്രീകൾ കൂടി വന്നു ചേർന്നിരിക്കുന്നു. ചിന്നുമോൾക്ക് അവളുടെ അമ്മയെ കിട്ടി എന്ന അത്ഭുത വാർത്ത കേട്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് ചിന്നുമോളുടെ അമ്മയെ കാണണം. അമ്മയെന്ന പദം കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതെന്താണെന്ന് ചിന്നുമോൾ അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥവും അവൾക്കറിയില്ല. ഇപ്പോൾ മാമച്ചനങ്കിളും രേവയാൻറ്റിയും ആഗ്നസ് സിസ്റ്ററും അവളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവൾക്ക് അമ്മയുണ്ടെന്നും അത് അവളോടൊപ്പം മുറിയിലുള്ള സ്ത്രീയാണെന്നും. ഇപ്പോൾ അവൾ അമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നതെങ്കിലും ആ മുഖം ശരിക്ക് കണ്ടിട്ടില്ല. അവൾക്കും കാണണം തൻ്റെ അമ്മയെ. ചിന്നുമോൾ വീണ്ടും വീണ്ടും ഷെറിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ ഇറുകെ കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും ഏങ്ങലടിച്ച് കരയുകയും കണ്ണീര് പുരണ്ട മുഖം തൻ്റെ മുഖത്തോട് ചേർന്ന് നനഞ്ഞ ഉമ്മകൾ തരികയും ചെയ്യുന്ന ആളാണോ തൻ്റെ അമ്മ എന്ന് ചിന്നുമോൾ ചിന്തിക്കുകയാണ്. ആളുകൾ നോക്കി നിൽക്കുന്നതിൽ അവൾക്ക് നാണക്കേടുണ്ടായിരുന്നു. ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും കരയാനും ഉമ്മ വയ്ക്കാനും എന്തുണ്ടായി എന്ന് അവൾക്ക് മനസ്സിലായില്ല. ഷെറിൻ്റെ മടിയിൽ നിന്നും ഊർന്നിറങ്ങാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷെ ഷെറിൻ്റെ കരങ്ങൾക്കുള്ളിൽ നിന്ന് അവൾക്ക് മോചനമുണ്ടായില്ല. രേവതിക്കുട്ടിയും മാമച്ചനും കൂടി കന്യാസ്ത്രീകളോട് ചിന്നുമോളെ തിരഞ്ഞു കണ്ടുപിടിച്ച വഴികൾ വിവരിക്കുകയായിരുന്നു. മാമച്ചനും ഗ്രേസമ്മയ്ക്കും ചിന്നുമോളെ എറണാകുളത്തേക്ക് കൊണ്ടുപോകണം. പക്ഷെ ത്യാഗഭവനിലെ കന്യാസ്ത്രീകൾ വിസമ്മതിച്ചു. ചിന്നുമോളുടെ അമ്മയെ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെ. പക്ഷേ കഴിഞ്ഞ വർഷം ബ്രീത്താമ്മ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചിന്നുമോളെ ഇവിടെ സ്വീകരിച്ചത്. അവളെ ഇവിടെ എത്തിച്ചത് അലീനയും രേവതിക്കുട്ടിയും കൂടിയാണെങ്കിലും രജിസ്റ്ററിൽ അലീനയുടെ പേരും ഒപ്പമാണ് ചേർത്തിരിക്കുന്നത്. കുട്ടിയെ വിട്ടു തരണമെങ്കിൽ ചില ഫോർമാലിറ്റികളുണ്ട്. സിസ്റ്റർ സുപ്പീരിയർ തടസ്സങ്ങളെപ്പറ്റി വിശദീകരിച്ചു. ഓക്കെ, അലീന വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടിയെ വിട്ടുകിട്ടുമല്ലോ അല്ലേ? അതും പറ്റില്ല. ഇവിടുന്ന് കുട്ടിയെ കൈമാറണമെങ്കിൽ ഒന്നുകിൽ മറ്റേതെങ്കിലും ഓർഫനേജിലേക്കായിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ദത്തെടുക്കണം. ഓ, ഞങ്ങൾ ദത്തെടുത്തുകൊള്ളാം, മാമച്ചൻ പറഞ്ഞു. ഇനി അതും പറ്റില്ല. കാരണം കുട്ടിയുടെ അമ്മ മോളെ അവകാശപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പോൾ മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. എങ്കിൽ ചിന്നുമോളെ അവളുടെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കണം. അമ്മയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, തെളിവില്ലല്ലോ. തെളിവും രേഖകളും ഇല്ലാതെ കുട്ടിയെ വിട്ടു തന്നാൽ നാളെ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ എന്ത് സമാധാനം പറയും? എങ്ങനെ തെളിയിക്കണം സിസ്റ്റർ? തൻ്റെ കുഞ്ഞിനെ ബലമായി പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് കാണിച്ച് ഷെറിൻ നിങ്ങൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കണോ? മാമച്ചന് ദേഷ്യം പിടിച്ചു. ഗ്രേസമ്മ മാമച്ചനെ തടഞ്ഞു. അരുത്. ഒടുവിൽ ഗ്രേസമ്മ തന്നെ സിസ്റ്റർ സുപ്പീരിയറിനെ സമീപിച്ച് ഒരഭ്യർത്ഥന നടത്തി. സിസ്റ്റർ, 4 വർഷം മുൻപ് സ്വന്തം മോളെ നഷ്ടപ്പെട്ട അമ്മയാണത്. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ മനസ്സുരുകി കഴിഞ്ഞ 2 വർഷമായി മാനസിക രോഗത്തിനുള്ള ചികിത്സയിലാണ് അവൾ. പതുക്കെ പതുക്കെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് ഇപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ച് വാങ്ങുന്നത് അവൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇന്നൊരു രാത്രി അവളെ സ്വന്തം കുഞ്ഞിൻ്റെ കൂടെ കഴിയാൻ അനുവദിക്കണം. സിസ്റ്റർ സുപ്പീരിയർ അല്പസമയം ആലോചിച്ചു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇന്നൊരു രാത്രി കുട്ടിയെ വിട്ടുതരാം. പക്ഷേ നിങ്ങൾ ഇവിടം വിട്ടു പോകാൻ പാടില്ല. നാളെ കുട്ടിയെ ഇവിടെ എത്തിക്കുകയും വേണം. അതെങ്ങനെ സാധിക്കും? ഗ്രേസമ്മ അമ്പരപ്പിൽ ചോദിച്ചു. നിങ്ങൾക്ക് ഇന്ന് രാത്രി ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചുകൂടെ? അതാവുമ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യവുമായി. ഗ്രേസമ്മ ഇക്കാര്യം മാമച്ചനും രേവതിക്കുട്ടിയുമായി കൂടി ആലോചിച്ചു. സിസ്റ്റർ സുപ്പീരിയർ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് അവർ ഒരു തീരുമാനത്തിലെത്തി. കുട്ടിയെ വിട്ടുതരാനുള്ള ഫോർമാലിറ്റികൾ പൂർത്തിയാകാൻ എത്ര സമയമെടുക്കും സിസ്റ്റർ? മാമച്ചൻ ചോദിച്ചു. അതിന് കുറച്ച് ദിവസം വേണ്ടി വരും. തെളിവുകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് തെളിയിക്കണമെന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ അമ്മയിൽ നിന്ന് കുട്ടിയെ വേർപെടുത്താൻ കൂട്ടുനിന്ന പലരും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. അതൊക്കെ വേണോ സിസ്റ്റർ? മാമച്ചൻ ചോദിച്ചു. നോക്കട്ടെ, മറ്റെന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇന്ന് ഏതായാലും കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ. രേവതിക്കുട്ടി ചിന്നുമോളുടെ അടുത്ത് വന്ന് അവൾ ഇന്ന് തങ്ങളോടൊപ്പം ചേരുകയാണെന്ന് അറിയിച്ചു. ചിന്നുമോൾക്ക് സന്തോഷമായി.
ഷെറിൻ്റെ മടിയിൽ നിന്നും അവൾ ഊർന്നു ചാടി. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഡ്രസ്സ് മാറണം. അടുത്ത ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റും എടുക്കണം. അതൊന്നും വേണ്ട മോളെ എന്ന് രേവതിക്കുട്ടി പറഞ്ഞിട്ട് ചിന്നുമോൾ സമ്മതിച്ചില്ല. രേവതിക്കുട്ടിയെ കൂടി കൂട്ടിക്കൊണ്ടുപോയി അവൾ പതിവായി ഉറങ്ങാറുള്ള ഹാളിലേക്ക് ചെന്നു. ചിട്ടി ഒപ്പിച്ച് ക്രമീകരിച്ചിരുന്ന അനേകം കട്ടിലുകൾക്കിടയിൽ അവൾ തൻ്റെ കട്ടിൽ രേവതിക്കുട്ടിക്ക് കാട്ടിക്കൊടുത്തു. കുട്ടികളെല്ലാവരും തന്നെ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. കട്ടിലിൻ്റെ കാൽക്കലായി സൂക്ഷിച്ചിരുന്ന പെട്ടിക്കുള്ളിൽ നിന്നും ചിന്നുമോൾ തന്നെ അവളുടെ ഡ്രസ്സുകൾ തിരഞ്ഞെടുത്തു. അവയെല്ലാം അലീനയും രേവതിക്കുട്ടിയും അവളെ സന്ദർശിക്കാൻ വന്നപ്പോൾ വാങ്ങിക്കൊടുത്തവയായിരുന്നു. അവൾ ചിന്നുമോളെയും കൊണ്ട് ഹാളിന് പുറത്തു കടന്നു. മാമച്ചനും ഗ്രേസമ്മയും ഷെറിനും അവർ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കന്യാസ്ത്രീകളോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി അവർ ടൗണിലേക്ക് പോയി. താരതമ്യേന കൊള്ളാവുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് റൂം ആവശ്യപ്പെട്ടു. 2 റൂം വേണമോ എന്ന് റിസപ്ഷനിസ്റ്റ് ചോദിച്ചപ്പോൾ ഒരു സ്യൂട്ട് റൂം മാത്രം മതിയെന്ന് മാമച്ചൻ പറഞ്ഞു. 4 പേരും ചിന്നുമോളും ഒരേ മുറിയിൽ ഒത്തുകൂടി. വിസ്താരമുള്ള കിടക്കയ്ക്ക് നടുവിൽ കൊഞ്ചലും കുസൃതി വർത്തമാനങ്ങളുമായി ചിന്നുമോൾ കിടന്നു. 4 മനുഷ്യജീവികൾ അവൾക്ക് ചുറ്റും അത്ഭുതപരതന്ത്രരായി ഇരുന്നു. മാമച്ചനും ഗ്രേസമ്മയ്ക്കും ഇത് പുനർജന്മമാണ്. അവരുടെ കണ്ണുകളിലും ഹൃദയങ്ങളിലും പുതിയൊരു വെളിച്ചം. അവരുടെ ലോകം ചുരുങ്ങി ചെറുതായി ഒരു കൊച്ചു ജീവിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. 6 വർഷം മുൻപ് മരിച്ചുപോയ തങ്ങളുടെ ഏകപുത്രന്റെ ജീവനാണ് കൺമുമ്പിലിരിക്കുന്നത്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വയ്യാത്ത അത്ഭുതമാണത്. ഇപ്പം എനിക്ക് മനസ്സിലായി. ചിന്നുമോളെ ആദ്യം കണ്ടപ്പം ഇവളെന്നെ നോക്കിയപ്പം എവിടെയോ ദൂരത്തിരുന്ന് വേറെ ആരോ എന്നെ നോക്കിയതുപോലെയാ എനിക്കൊന്ന് തോന്നിയത്. അത് നമ്മുടെ ജോമോനായിരിക്കും അല്ലേ മാമച്ച? ഗ്രേസമ്മ വികാരാധീനയായി. മകനെക്കുറിച്ചുള്ള ഓർമ്മയിൽ മാമച്ചൻ ഏതാനും നിമിഷം നിശബ്ദനായിരുന്നു. ആരാ ആൻറ്റി ജോമോൻ? ചിന്നുമോൾ ചോദിച്ചു. ഗ്രേസമ്മ വീർപ്പടക്കി. ഈ പിഞ്ചു കുഞ്ഞിനറിയില്ല അവളുടെ അച്ഛൻ മരിച്ചുപോയെന്ന്. അത് മോളുടെ പപ്പയാ. ഷെറിൻ അവളുടെ കുഞ്ഞു കൈത്തലം തടവിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പപ്പയോ? എനിക്ക് പപ്പയില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മോൾക്കൊരു പപ്പയുണ്ടായിരുന്നു. എന്തിയാ പപ്പ? എവിടെ പോയി? ചിന്നുമോൾ കൈമലർത്തി. മോളുടെ പപ്പ ഒരു യാത്ര പോയിരിക്കുക. ഇനി എന്നാ തിരിച്ചു വരുന്നേ? ഷെറിൻ്റെ മുഖം മ്ലാനമായി. ഇനി വരില്ല. തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് പോയി. ഷെറിൻ അത് പറഞ്ഞതും ഗ്രേസമ്മയിൽ നിന്ന് ഒരു തേങ്ങലുണ്ടായി. ചിന്നുമോൾ അവരുടെ നേർക്ക് മുഖം തിരിച്ചു. വന്നില്ലെങ്കിൽ ചിന്നുമോൾ എങ്ങനെയാ പപ്പയെ കാണുന്നേ? ചിന്നുമോൾക്ക് കാണണ്ടേ? പപ്പയ്ക്ക് ചിന്നുമോളെയും കാണണ്ടേ? മുറിയിൽ നിശബ്ദത കളിയാടി. ഗ്രേസമ്മയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അവരത് വേഗം തുടച്ചു കളഞ്ഞു. എന്നിട്ട് ചിന്നുമോളുടെ കവിളത്ത് തലോടി. എൻ്റെ മോളുടെ പപ്പ അങ്ങ് ദൂരെ എവിടെയോ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. എൻ്റെ മോളെയും കാണുന്നുണ്ട്. ഗ്രേസമ്മയുടെ കണ്ടമിടറി. അവരുടെ മുഖത്തെ സങ്കടം കണ്ടിട്ട് പിന്നീടുള്ള ചോദ്യങ്ങളെല്ലാം ചിന്നുമോൾ വേണ്ടെന്ന് വെച്ചു. പതിയെ പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കിടക്കയിൽ അവൾക്ക് ചുറ്റുമായി ഇരുന്നു. ഷെറിൻ ചിന്നുമോളെ കെട്ടിപ്പിടിച്ച് അവളുടെ ശിരസ്സെടുത്ത് കൈമടക്കിൽ വെച്ച് ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കിടന്നു. അത്ഭുതവും അമ്പരപ്പും അവിശ്വസനീയതയും കൊണ്ട് അവളുടെ മനസ്സ് ക്ഷുഭിത സമുദ്രം പോലെ ഇളകി മറിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊരു അത്ഭുതം സംഭവിക്കുമോ അവൾക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. 2 വയസ്സിൽ കൈവിട്ടുപോയ തൻ്റെ പ്രാണന്റെ പാതി, അതിനു മുൻപുള്ള അവളുടെ വിവിധ രൂപങ്ങൾ ഷെറിൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഇത്രയടുത്ത് അവൾക്ക് തൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. തൊടാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. അവളൊന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ മടിയിൽ വെച്ച് ഒരു താരാട്ട് മൂളുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ അവൾക്കതെല്ലാം കൊടുക്കണം. 6 വർഷത്തോളമായി തൻ്റെ കുഞ്ഞിന് എന്തെല്ലാമാണ് താൻ നൽകാനിരുന്നത് അതെല്ലാം അവൾക്ക് നൽകണം. തൻ്റെ കുഞ്ഞ് അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മഹർഷം കൊണ്ട് തൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് കിടക്കണം. ഇടയ്ക്കിടയ്ക്ക് അവൾ അമ്മയെന്ന് വിളിച്ച് തന്നെ കോരിത്തരിപ്പിക്കണം. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അമ്മയെന്നാൽ ആരാണെന്നോ ആ പദത്തിൻ്റെ അർത്ഥം എന്താണെന്നോ തൻ്റെ മകൾ അറിയുന്നില്ല. ഒരു സമാഗമത്തിൻ്റെ ഉൾപ്പുളകങ്ങൾ ഏറ്റുവാങ്ങാൻ മാത്രം അവളുടെ മനസ്സും ചിന്തയും വളർന്നിട്ടില്ല. അവൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പോയ 6 വർഷത്തിൻ്റെ നഷ്ടം ഒരിക്കലും നികത്താനാവാത്തതാണെന്ന് ഷെറിൻ തിരിച്ചറിഞ്ഞു. മാതൃവാത്സല്യത്തിൻ്റെ 6 വർഷത്തെ കടങ്ങൾ ഓരോ പൊന്നുമ്മകളായി തൻ്റെ കുഞ്ഞിൻ്റെ ഓരോ മുടിച്ചുരുളുകളിലും അവൾ നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഓരോ തുള്ളി കണ്ണീരും കൂടി ആ മുടിച്ചുരുളുകൾ ഏറ്റുവാങ്ങി. സ്റ്റാൻലി രാവിലെ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് നോക്കുമ്പോൾ അലീന പായ്ക്ക് ചെയ്യുകയാണ്. അവളുടെ ഡ്രസ്സെല്ലാം ബാഗിനുള്ളിൽ അടുക്കി കഴിഞ്ഞിരിക്കുന്നു. പപ്പ വേഗം റെഡിയാക്, പോവണ്ടേ? എങ്ങോട്ട്? ഇത് നല്ല കഥ. ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാനാണോ പ്ലാൻ? മേരിക്കുട്ടി ആൻറ്റി ഗെറ്റൗട്ട് അടിക്കുന്നതിന് മുൻപേ ഇറങ്ങണ്ടേ? ഇന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നാ ചോദിച്ചത്. ഗാങ്ടോക്ക്, ഗാലിംപോങ്. പപ്പ
നമുക്ക് നേരെ നാട്ടിലേക്ക് പോയാൽ മതി. നിനക്ക് സ്ഥലങ്ങളൊന്നും കാണണ്ടേ അലീന? അതിന് വേറൊരിക്കലാകാം. ഒരു ദിവസം ആൻറ്റി നാട്ടിൽ വരുമ്പം തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി നമുക്കും ആ കൂടെ പോരാം. ഇപ്പോഴാണെങ്കിൽ നിന്നെ ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. നേപ്പാളിലോ ഭൂട്ടാനിലോ അസമിലോ എവറസ്റ്റിലോ എവിടെയും. ഇത് ഭയങ്കര സങ്കടമാ കേട്ടോ. പപ്പ എന്നെ ഒരിടത്തും കൊണ്ടുപോകത്തില്ലെന്ന് പറ. ഇപ്പം അതാ എനിക്ക് സന്തോഷം. ഇപ്പോഴാണെങ്കിൽ നിന്നെ ഞാൻ ചൈനയിലും റഷ്യയിലും അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലും കൊണ്ടുപോകാം. നീ റെഡിയാണോ? നമ്മൾ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പോകുക. ചൈനയിലെ വൻമതിൽ, പാരീസിലെ ഈഫൽ ടവർ, ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരം, നയാഗ്ര വെള്ളച്ചാട്ടം, ആമസോൺ നദി, ഈജിപ്തിലെ പിരമിഡുകൾ, വിക്ടോറിയ വാട്ടർഫാൾസ്, അന്റാർട്ടിക്ക. നിനക്ക് എന്തൊക്കെയാ കാണേണ്ടത്? പിന്നീടൊരിക്കലും ഇങ്ങനെയൊരു യാത്രയില്ല. അലീന 4-5 നിമിഷം അന്തം വിട്ട കണക്കെ നിന്നു. എന്നിട്ട് ബോധോദയമുണ്ടായതുപോലെ പറഞ്ഞു, അയ്യടാ, ചുമ്മാ പറയുക. പാസ്പോർട്ട് പോലും ഇല്ലാത്ത എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ കള്ളന്റെ രാജാവ്? സ്റ്റാൻലി ബെഡിലിരുന്ന് പൊട്ടിച്ചിരിച്ചു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ വാതിൽക്കൽ ഏതാനും മംഗോളിയ മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഡോർമിറ്ററിയിലെ വിദ്യാർത്ഥിനികൾ. പപ്പയുടെ ചിരി അവരെ ഞെട്ടിച്ചിരിക്കുമെന്ന് അലീന ഊഹിച്ചു. നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞോ? സ്റ്റാൻലി ചോദിച്ചു. മണി എത്രയായെന്ന വിചാരം? ഇപ്പം വിളിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. നേരം വെളുത്തിട്ട് 1 മണിക്കൂറായി. സ്റ്റാൻലി ഉടൻ ബ്രഷിൽ പേസ്റ്റ് പുരട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. പപ്പ, ഞാൻ പപ്പയുടെ ഫോണൊന്ന് എടുത്തോട്ടെ? വേണ്ട, എടുക്കരുത്. രേവതിക്കുട്ടിയെ ഒന്ന് വിളിക്കാനാ. ഇപ്പം വെച്ചേക്കാം. ടേബിളിന് മീതെ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സെൽഫോൺ എടുക്കാൻ വേണ്ടി അലീന കൈനീട്ടി. തൊട്ടുപോകരുത്. സ്റ്റാൻലി ബാത്റൂമിന്റെ വാതിൽക്കൽ നിന്ന് ഉഗ്രശാസനം നൽകി. പിന്നെ തൊട്ടാലെന്താ? പട്ടാളക്കാരൻ വെടിവയ്ക്കോ? ഞാനൊന്ന് നോക്കട്ടെ. അലീന ഫോൺ എടുത്തു. സ്റ്റാൻലി വാതിലടച്ചിട്ട് വാഷ് ബേസിന്റെ മുകളിലുള്ള കണ്ണാടിയിലേക്ക് നോക്കി. അവളുടെ പേടിയെല്ലാം പോയി. ഇനിയിപ്പം എന്തു ചെയ്യും? അയാൾ കണ്ണാടിയിലെ പ്രതിബിംബത്തോട് ചോദിച്ചു. അലീന ടെറസിലേക്ക് ഇറങ്ങി വന്ന് രേവതിക്കുട്ടിക്ക് ഫോൺ ചെയ്തു. ഇന്നലെ ത്യാഗഭവനത്തിൽ പോയി ചിന്നുമോളെ കണ്ട വിശേഷങ്ങൾ മുഴുവൻ രേവതിക്കുട്ടി ഫോണിലൂടെ വിസ്തരിച്ച് കേൾപ്പിച്ചു. ഷെറിൻ ചിന്നുമോളെ തിരിച്ചറിഞ്ഞ ഭാഗമെല്ലാം രേവതിക്കുട്ടി വർണ്ണിക്കുമ്പോൾ അലീനയുടെ മിഴികളും നിറഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങളൊന്നും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ചേച്ചി. ചിന്നുമോളെ കട്ടിലിന്റെ നടുക്ക് കിടത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു. ചുണ്ടനങ്ങുന്നുണ്ടോ, ശ്വാസം വിടുന്നുണ്ടോ, കൺപോള തുറക്കുന്നുണ്ടോ എന്നെല്ലാം. ചിന്നുമോൾ മാത്രം സുഖമായിട്ട് കിടന്നുറങ്ങി. അലീന അവൾ പറയുന്നത് മുഴുവൻ മൂളി കേട്ടുകൊണ്ടിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കാൻ മരിയ ജോസഫ് മുറിയിലേക്ക് വന്നപ്പോൾ അലീന ഫോൺ സംഭാഷണം നിർത്തി. എന്താടി, നിന്റെ മുഖത്തൊരു സന്തോഷം ഓളം വെട്ടുന്നല്ലോ? മരിയ ജോസഫ് വാത്സല്യത്തോടെ ചോദിച്ചു. ആൻറ്റി, അവർ കൊല്ലത്ത് പോയി. ചിന്നുമോളെ കണ്ടു. എന്തായിരുന്നു അമ്മയും മോളും കൂടിയുള്ള കൂടിക്കാഴ്ച? ഷോ, അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാണ്ട് പോയല്ലോ. രേവതിക്കുട്ടി പറയുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് കരച്ചിൽ വന്നു. റാണി ആൻറ്റി ഓർക്കാപ്പുറത്ത് തൊട്ട് കൺമുമ്പിൽ വെച്ച് ചിന്നുമോളെ കണ്ടപ്പം ബോധക്കേട് വന്ന് വീഴാൻ പോയത്രേ. പിന്നെ മാമച്ചനങ്കിളിൻ്റെയും ആൻറ്റിയുടെയും സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണെന്നാ രേവതിക്കുട്ടി പറഞ്ഞത്. അവരിപ്പം കൊല്ലത്തെ ഒരു ഹോട്ടലിലാ. അതെന്താ ഹോട്ടലിൽ? മരിയ ജോസഫ് ചോദിച്ചു. ചിന്നുമോളെ വിട്ടുകിട്ടാൻ ചില ചെറിയ തടസ്സങ്ങളൊക്കെയുണ്ട് ആൻറ്റി. അത് കാരണം ത്യാഗഭവനത്തിലെ കന്യാസ്ത്രീകൾ ചിന്നുമോളെ മാമച്ചനങ്ങളിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. റാണി ആൻറ്റിയെ ഓർത്ത് ഇന്നലെ ഒരു രാത്രി വിട്ടുകൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് കോൺവെന്റിൽ കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കണം. അവർ വിട്ടുതരില്ലെന്നാണോ പറയുന്നത്? മരിയ ജോസഫ് ചോദിച്ചു. അങ്ങനൊന്നുമില്ലെന്നേ. ഞാൻ അവിടെ ചെന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. റാണിമോൾ എന്ത് പറയുന്നു? ചിന്നുമോളെ മടിയിൽ വെച്ചോണ്ട് ഒരേ ഇരിപ്പാ. ഇനി ഒന്നും സാരമില്ലെന്നേ. ആൻറ്റിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനാ എനിക്കിപ്പം തോന്നുന്നത്. അതിനെന്താ, ഇപ്പൊ തന്നെ തന്നേക്ക്. മരിയ ജോസഫ് പറഞ്ഞതും അലീന അവരെ ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ചുംബിച്ചതും ഒപ്പം കഴിഞ്ഞു. ബാത്റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. സ്റ്റാൻലി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അലീന ഉടനെ അയാളുടെ മുൻപിലേക്ക് ഓടി. മരിയ ജോസഫിനോട് പറഞ്ഞതെല്ലാം സ്റ്റാൻലിയുടെ മുൻപിലും ആവർത്തിച്ചു. പെണ്ണ് നിലത്തെങ്ങുമല്ല നിൽക്കുന്നേ, മരിയ ജോസഫ് പറഞ്ഞു. ആൻറ്റി, ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകുക. അലീന തിടുക്കം കൂട്ടി. അപ്പോൾ കാഴ്ചകളൊന്നും കാണുന്നില്ലേ? മരിയ ജോസഫ് ചോദിച്ചു. നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോഴാ എൻ്റെ ഏറ്റവും വലിയ കാഴ്ച. ചിന്നുമോളും റാണി ആൻറ്റിയും രേവതിക്കുട്ടിയും. അവരെ കാണാതെ ഇനി എന്തൊക്കെ മഹാത്ഭുതങ്ങൾ കണ്ടാലും ഒന്നും മനസ്സിൽ കയറത്തില്ല ആൻറ്റി. അതുകൊണ്ടാ. അല്ലാതെ പപ്പയുടെ കൂടെ ഇങ്ങനെ കാഴ്ചകളും കണ്ട് രാജ്യസഞ്ചാരം നടത്താൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. മരിയ ജോസഫ് അതെല്ലാം അലീനയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അലീനയും സ്റ്റാൻലിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവരോടൊപ്പം പോയി. 7 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. 7:30 മണിക്ക് സ്റ്റാൻലിയും അലീനയും മരിയ ജോസഫിനോട് യാത്ര പറഞ്ഞു. ആൻറ്റിയെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല കേട്ടോ. ആൻറ്റിയല്ലേ ഞങ്ങളുടെ ചിന്നുമോൾക്ക് ഒരു പുനർജന്മം തന്നത്.
അവൾക്ക് അവളുടെ അമ്മയെ കൊടുത്തത്. ആൻറ്റി ഇത്ര പാവമാണെന്നൊന്നും ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പനിയും ജലദോഷവും പിടിച്ച് ഇവിടെ കയറി വന്ന എന്നെ ആൻറ്റി ഒരു അമ്മയെപ്പോലെ ശുശ്രൂഷിച്ചില്ലേ, എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലും അതിനു പകരം എനിക്ക് എവിടുന്നെല്ലാം സ്നേഹം കിട്ടുന്നുണ്ട്. അലീനയുടെ കണ്ടമിടറി. ഔസേപ്പച്ചൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാനും നിന്നെ ഇങ്ങനൊന്നുമല്ല വിചാരിച്ചിരുന്നത്. മനുഷ്യരെ മാറ്റാൻ നിനക്ക് സാധിക്കുന്നുണ്ട്, അതും നന്മയിലേക്ക്. അതൊരു വലിയ കഴിവാണ്. അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെന്നോർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. അത് നിനക്ക് ദൈവം തരും എന്നെങ്കിലും. മരിയ ജോസഫ് അവളുടെ ശിരസിൽ തലോടി അനുഗ്രഹിച്ചു. ആൻറ്റി ഇനി നാട്ടിൽ വരുന്നതിന് മുൻപ് ഒന്നറിയിക്കണേ. ഞാനും പപ്പയും കൂടി റെയിൽവേ സ്റ്റേഷനിൽ വരാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പൊല്ലൂർക്ക് പോവാം, അലീന പറഞ്ഞു. മരിയ ജോസഫ് ടാക്സി പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നു. കാറിൽ കയറും മുൻപ് കന്യാസ്ത്രീകളുടെ കൂടെ കോൺവെന്റിന്റെ മുൻപിൽ നിന്ന് അവർ ഫോട്ടോകൾ എടുത്തു. മരിയ ജോസഫും അലീനയും കൂടി ഒന്നിച്ചു നിൽക്കുന്ന പടങ്ങളും എടുത്തു. കന്യാസ്ത്രീകളോട് നന്ദി പറഞ്ഞ് അലീനയും സ്റ്റാൻലിയും കാറിൽ കയറി. കാർ നീങ്ങുമ്പോൾ അലീന കൈ പുറത്തേക്കിട്ട് വീശി. കന്യാസ്ത്രീകളും കൈവീശി കാട്ടി. കോൺവെന്റ് കോമ്പൗണ്ടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ അലീന തിരിഞ്ഞു നോക്കി. സിസ്റ്റേഴ്സ് എല്ലാം കോൺവെന്റിലേക്ക് കയറിപ്പോയി കഴിഞ്ഞു. മരിയ ജോസഫ് മാത്രം എന്തോ നഷ്ടപ്പെട്ടതുപോലെ തനിയെ നോക്കി നിൽക്കുന്നു. അലീനയ്ക്ക് സങ്കടം തോന്നി. കാറ് കുന്നിറങ്ങാൻ തുടങ്ങി. റോഡിന് താഴെയും മുകളിലും പൈൻമരക്കൂട്ടങ്ങൾ, മലഞ്ചെരുവുകളിൽ ചതുരക്കളങ്ങൾ. ടെറസ് കൾട്ടിവേഷൻ എന്നൊരു തരം കൃഷിരീതിയാണ് അതെന്ന് മരിയ ജോസഫ് അവൾക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്നു. എവിടം വരെയുണ്ട് പപ്പ ടാക്സി, അലീന ചോദിച്ചു. സിലിഗുരി വരെ പോയി നോക്കാം. അവിടുന്ന് ഫ്ലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ കൽക്കട്ട വരെ. ഇനി ട്രെയിൻ സീറ്റ് ബുക്ക് ചെയ്ത് പോകാനൊന്നും സാധിക്കില്ല. കൽക്കട്ടയിൽ ചെന്നിട്ടോ? അവിടുന്ന് ചെന്നൈ ഫ്ലൈറ്റ് കിട്ടും. ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരി, സ്റ്റാൻലി പറഞ്ഞു. കാർ ഓടിക്കൊണ്ടിരുന്നു. അലീന കാറിന്റെ വിൻഡോ അല്പം താഴ്ത്തി. കുളിരു നിറഞ്ഞ കാറ്റ്. ദൂരെ കടുന്നീല കലർന്ന പർവ്വത സാനുക്കൾക്ക് മീതെ ക്രിസ്മസ് കേക്കിന് മുകളിലെ ഐസിംഗ് പോലെ ഹിമാലയത്തിന്റെ വെണ്മ. പാതയോരങ്ങളിൽ അങ്ങിങ്ങ് ചൈനക്കാരെ പോലെ തോന്നിപ്പിക്കുന്ന ഗ്രാമീണ മനുഷ്യരുടെ മുഖങ്ങൾ. അങ്ങ് താഴെ കുന്നുകളുടെ അഗാധതയിൽ മലകളെ ചുറ്റി വളഞ്ഞ് സിമന്റ് കലക്കി ഒഴിച്ചതുപോലെ ഒഴുകുന്ന ടീസ്റ്റ നദി. അലീന എല്ലാ കാഴ്ചകളെയും മനസ്സിലേക്ക് ആവാഹിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബൈ.